വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പടവലങ്ങ തോരനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്പം വ്യത്യസ്തമായിട്ടൊരു പടവലങ്ങ തോരനാ. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമായി, നിങ്ങൾ കൂടി ഇഷ്ടമാവണമല്ലോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഒരു പടവലങ്ങ കഴുകി രണ്ടായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു പീസ് എടുത്ത് അതിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം കത്തി കൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്നൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയണം. അതിനുശേഷം നീളത്തിൽ രണ്ടായി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. കുക്കിംഗ് അറിയാൻ പാടില്ലാത്ത പിള്ളേർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ. എല്ലാ പീസസും ഇതേമാതിരി ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം. കാരണം ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴുകാൻ പാടില്ല. ആദ്യം ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ചോപ്പറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ആ പടവലങ്ങ മുഴുവനും ഇതേമാതിരി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ചോപ്പറിലേക്ക് ഇടാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒന്ന് മാനുവലായി ചെയ്യുന്ന ചോപ്പറും മറ്റേത് ഇലക്ട്രിക് ചോപ്പറുമാണ്. പച്ചക്കറികൾ ചോപ്പ് ചെയ്യാൻ സാധാരണയുള്ള ചോപ്പറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ഇതേമാതിരി ചോപ്പറിലിട്ട് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി കേട്ടോ. ഈ തോരന് ഈ സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പടവലങ്ങ എല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. സവാളയും ഞാൻ ഇതേമാതിരിയാണ് ചോപ്പ് ചെയ്തെടുത്തത്. ഇനി അതിലേക്ക് 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എരിവുള്ള പച്ചമുളക് തന്നെയത്. ഈ തോരനിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് എരിവുള്ള പച്ചമുളക് തന്നെ എടുത്തത്. പച്ചമുളകും ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു വലിയ പ്ലേറ്റിലേക്ക് പടവലങ്ങ ചോപ്പ് ചെയ്ത് വെച്ചത് മാറ്റുകയാണ്. അതെന്തിനാന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. അതിനോടൊപ്പം ചിരകി വെച്ച തേങ്ങ, നല്ല ജീരകം പൊടിച്ചത്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടുകൊടുക്കുകയാണ്. നല്ല ജീരകം അതേപടി വേണമെങ്കിലും ഇട്ടുകൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. കൂടുതൽ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരന്. തേങ്ങ ചിരകിയത് അതേപടി തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒതുക്കിയെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ മിക്സിങ് കഴിഞ്ഞു. ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തു കൊടുത്തു. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നല്ലത്, നാടൻ കറിയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷം മാത്രം ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. അതിനു പിന്നാലെ പടവലങ്ങ മിക്സ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇളക്കി കൊടുക്കാനും ഒക്കെ അത് തന്നെയാണ് നല്ലത്. അതിനുശേഷം പടവലങ്ങ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പാത്രത്തിൻ്റെ നടുക്കൊന്ന് ഒതുക്കി വെക്കുകയും വേണം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും തളിച്ചു കൊടുക്കുന്നില്ല. കാരണം വളരെ ചെറുതായി കൊത്തി അരിഞ്ഞതുപോലെ പടവലങ്ങ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നും വെള്ളം ഇറങ്ങും. കൂടാതെ നമ്മൾ ഉപ്പും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പടവലങ്ങ വേകാൻ അത്രയും വെള്ളം മതി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇപ്പോഴും ഫ്ലെയിം സിമ്മറിലാണ് വെച്ചിരിക്കുന്നത്. സിമ്മറിൽ കിടന്നാണ് ഇത് വേകേണ്ടത്. മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. അതൊന്ന് ഒതുക്കി വെക്കുകയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ഒരു പാത്രം വെച്ച് അത് അടയ്ക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നത് വേകണം സിമ്മറിൽ.
5 മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യാം. അതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും അതൊരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പഴയതുപോലെ ഒതുക്കി വെക്കണം. ഇത് വേകാൻ എല്ലാം കൂടി ഒരു 12 മിനിറ്റ് വേണ്ടി വരും. പടവലങ്ങ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ഒന്ന് അടച്ചു വെക്കണം. വീണ്ടും ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറക്കാം. ഇനി ഫ്ലെയിം കൂട്ടിക്കൊടുക്കണം. ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഒരു 2 മിനിറ്റ് പെട്ടെന്നൊന്ന് സ്റ്റർ ഫ്രൈ ചെയ്യണം. ഫാസ്റ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സ് ചീനച്ചട്ടിയുടെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. പടവലങ്ങ തോരൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.